ഹലോ, ഇന്ന് ഞാൻ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. പിസ്സ പോലെ ഇരിക്കും, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. പക്ഷേ പിസ്സയല്ല, പിസ്സ പോലെ ഉണ്ടാകും, കാണാൻ പിസ്സ പോലെ ഉണ്ടാവും, കഴിക്കാനും ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടി ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇടാം. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മുട്ടയാണ്ട് ശകല ഉപ്പ് മതി. അത് നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പാലൊഴിക്കുന്നുണ്ട്. പശുവും പാലാണ് ഒഴിക്കുന്നത്. അതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെക്കാം. ഇനി ഒരു പാത്രം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് ഒരു 5-8 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഈ മുട്ടയിൽ മുക്കി നമുക്കിതിൻ്റെ മുകളിലോട്ട് വെക്കാം. വളരെ ചെറിയ തീയിലാണ് വെച്ചത്. കൂടുതൽ വലിയ തീയായാൽ ബ്രെഡ് കരിഞ്ഞ് ഒന്നിനും കൊള്ളാണ്ടായിപ്പോൾ. അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ബ്രെഡൊക്കെ റൗണ്ട് സൈസ് പോലെ നമുക്ക് വെക്കണം. അതിന് പീസാക്കിയിട്ട് വെക്കണം. ഇത് നമുക്ക് റൗണ്ട് മുട്ടയിൽ മുക്കിയതുകൊണ്ട് പെട്ടെന്ന് റൗണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. പൊതിർന്നത് കൊണ്ട് പെട്ടെന്നാവും. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സയേക്കാളും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല. ബ്രെഡാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അല്ലെങ്കിൽ വലിയാക്കും കഴിക്കാം. ഇപ്പം ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതി. ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്തെല്ലാം വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം. ഞാനിപ്പം ക്യാരറ്റും വലിയ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ചിക്കൻ പീസ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അതൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സാണ് ഇടുന്നത്. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോയുടെ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ ചീസ് കുറച്ച് ഇടുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ബാക്കി വെജിറ്റബിൾസ് കൂടി അതിൻ്റെ മുകളിലോട്ടിട്ട് വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും അതിൻ്റെ മുകളിലിട്ട് പിന്നെ ചീസ് കുറച്ചുകൂടി ചെത്തിയിട്ട് ഇടുന്നുണ്ട്. അത് കുറച്ച് ചെത്തിയപ്പോൾ കുറച്ച് വലുതായിപ്പോയി. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇടണമായിരുന്നു. അതുകൊണ്ട് മെൽറ്റാവാൻ കുറച്ച് സമയം വേണ്ടി വരും. കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് കൂടുതൽ വെക്കാനും പറ്റില്ല. ഇത് ചീസ് വലുതായി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അത് മെൽറ്റാവാൻ കുറച്ച് പാടായിപ്പോയി. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും ഇട്ടിട്ടുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.